നവ്യയുടെ കൂട്ടുകാരി അഭിയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ എന്ന് വെളിപ്പെടുത്തുന്ന ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണിത്. ഇന്നത്തെ പ്രൊമോയില് നവ്യയുടെ കൂട്ടുകാരി അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. അന്നത്തെ ഫുൾ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് നവ്യ അഭിയെ മാനേജർ പൊസിഷനിൽ ഇരുത്തി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നതാണ് കേട്ടോ. അഭിയോട് അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്, അഭി നിനക്കിപ്പോ ഇവിടെ ഓക്കെ ആയില്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡേവിഡ് സാറോട് ചോദിച്ചാൽ മതി, അദ്ദേഹം നിന്നെ ഹെൽപ്പ് ചെയ്യും. ആ ശരി നവ്യേ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മൂർത്തീസ് ജ്വല്ലറിയിൽ കള്ളത്തരം കാണിച്ച പോലെ ഇവിടെ കാണിക്കാൻ നിൽക്കരുത്. മൂർത്തീസ് ജ്വല്ലറി നമ്മുടെ സ്വന്തം ജ്വല്ലറി ആയിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അഭി ഇപ്പം മറ്റൊരാൾക്ക് കീഴിൽ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് അവരെ ചതിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ദേ പ്രത്യേകിച്ച് ഡേവിഡ് സാറ് എന്നെ വിശ്വസിച്ച അഭിക്ക് മാനേജർ പൊസിഷൻ തന്നിരിക്കുന്നത്. ഓ എന്റെ നവ്യേ, നീ ഇത് എത്രാമത്തെ തവണയാ പറയുന്നത്? ഞാൻ ഇവിടെ അങ്ങനെയൊന്നും കാണിക്കില്ല. നിനക്കെന്നെ എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ അഭിയോട് ഞാനിങ്ങനെ കൂടെ കൂടെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ അഭി, ഈ ജോലിയും കൂടി പോയാലുണ്ടല്ലോ പിന്നെ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും. അതായിരിക്കും നമ്മുടെ അവസ്ഥ. നീ വല്ല കള്ളവും കാണിച്ചാലുണ്ടല്ലോ എനിക്കും ഇവിടുത്തെ ജോലി നഷ്ടപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് തെരുവിലോട്ട് ഇറങ്ങാം. പിന്നെ അത് തന്നെയായിരിക്കും ശരണം. അത്രയ്ക്കും വെല്ലുവിളിച്ച അനന്തപുരിയിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. വെറുതെ എന്നെ നാണം കെടുത്താൻ നീ ഓരോന്നുണ്ടാക്കി വെക്കരുത്. ഓ നവ്യേ, വീണ്ടും വീണ്ടും ഇത് തന്നെ പറയാതെ. ഞാൻ ഇനി മുതൽ മര്യാദയ്ക്ക് ജോലി ചെയ്തോളാം. ഇവിടെ ഞാൻ കള്ളത്തരൊന്നും കാണിക്കില്ല. ആ കാണിക്കാതിരുന്നാൽ നിനക്ക് നന്ന്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ശരി, വേഗം പൊയ്ക്കോ. അതെന്താ നീ അങ്ങനെ പറയുന്നത് അഭി? അല്ല, നമ്മുടെ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്. അവൻ കരയുന്നുണ്ടായിരിക്കും നിന്നെ കാണാതെ. നീ ചെല്ല്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. പിന്നെ അവളുടെ ഔദാര്യം കൊണ്ടാണല്ലോ എനിക്കിപ്പോൾ എ ജ്വല്ലറിയിൽ ജോലി കിട്ടിയേക്കുന്നത്. അവളേക്കാൾ മുന്നേ എനിക്ക് എ ജ്വല്ലറിയുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നും അവക്കറിയില്ലല്ലോ. ഒന്നും പറയാൻ പറ്റാത്ത ഗതികേടായിപ്പോയി. ഏതായാലും വലിയൊരു ഭാരം തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. ആ സമയത്താണ് റൂമിനകത്തോട്ട് ഡേവിഡ് ജോർജ് കടന്നു വരുന്നത് കേട്ടോ. ഡേവിഡ് സാറെ കണ്ട പാടത്തിന് അഭി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. സാർ എന്താ ഇങ്ങോട്ട്? സാറൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അഭി. നീ വിളിച്ചാ നിന്റെ അടുത്തോട്ട് ഞാനല്ലേ വരേണ്ടത്. സാർ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല അഭി. ഇവിടെ എങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയെ പോലെ സ്റ്റാഫുകളെ അടിച്ചമർത്താറില്ല. അതുകൊണ്ടൊക്കെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും അംഗീകാരം അഭിക്ക് ഇവിടെ ഞങ്ങൾ തന്നിരിക്കും. സാർ ഇപ്പോൾ ഇതുവരെ തന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തതാ. അങ്ങനെ അഭി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇനി പലതും അഭിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അഭി ഇപ്പം കരുതുന്നുണ്ടായിരിക്കും വെറും ഒരു മാനേജർക്ക് എന്തിനാ ഇത്രയും വലിയ സെറ്റപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നതെന്ന്. എന്ന് അഭി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും അനന്തപുരിക്കാരായതുകൊണ്ടല്ല ഞങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഞങ്ങളുടെ ഏതൊരു സ്റ്റാഫിനും അവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യം ഞങ്ങൾ മുന്നിട്ട് ചെയ്തു കൊടുക്കും. അതെനിക്കറിയാം സർ. എന്തായാലും അഭിയുടെ ജോലിയെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. ഇന്നു മുതൽ ജോലി ചെയ്ത് തുടങ്ങണമെന്നില്ല, നാളെ മുതൽ തുടങ്ങിക്കോളൂ. എന്നാ ശരി, കാണാം. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് ജോർജ് അവിടുന്ന് പോവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യ ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പലചരക്ക് ഭാഗത്ത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ഗോവിന്ദനും കനകയും. പെട്ടെന്ന് കനകയുടെ കണ്ണിപ്പെടാണ് നവ്യ. ഇത് നവ്യല്ലേ? ഗോവിന്ദേട്ടാ, ദേ അതാരാ നോക്കിയേ? ആരാ കനകെ? നോക്കൊന്ന്. ഇത് നവ്യല്ലേ? അവള് തന്നെ. ഗോവിന്ദേട്ടനെ ഒന്നെൻ്റെ കൂടെ വാ. വാ നടക്ക്. അങ്ങനെ രണ്ടുപേരും കൂടി നവ്യയുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ. അവിടെ ചെന്ന പാടെ തന്നെ കനക പറയുന്നുണ്ട്, ഡി നവ്യേ. ഇത് കേട്ടപ്പോൾ നവ്യ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ആഹാ, ഇതാര്? അമ്മയും അച്ഛനോ? ഓ, ഈ സാധുക്കൾ നിന്റെ അമ്മയും അച്ഛനാണെന്നുള്ള ബോധം വല്ലതും നിനക്കുണ്ടോ? അതെനിക്കല്ലല്ലോ ഇല്ലാത്തത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പച്ച കള്ളങ്ങളൊക്കെ പറഞ്ഞു പരുത്തുമായിരുന്നോ? എടി, നീ ഇങ്ങനെ പലതും പറയുന്നേ ഈ കനകയ്ക്കറിയാം. നീ എന്തിനു പുറത്താ ആ കാട്ടുകള്ളനെ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഞാൻ നിന്നെ ചതിച്ചാലും നിന്റെ അച്ഛൻ നിന്നെ ചതിക്കില്ല. ഈ നിൽക്കുന്ന മനുഷ്യൻ നിങ്ങളുടെയൊക്കെ മനസ്സ് എന്നെങ്കിലും നോവിച്ചിട്ടുണ്ടോ? ഞാനല്ലേ എപ്പോഴും നിങ്ങളെ വഴക്ക് പറയാറും ശാസിക്കാറും തല്ലാറും ഒക്കെ. പക്ഷേ ഇന്ന് വരെ ഇദ്ദേഹം നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ലതല്ലാത്തതൊന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഇത്. എൻ്റെ കാര്യം പോട്ടെ നവ്യമോളെ, പക്ഷേ അച്ഛനും അങ്ങനെ കള്ളം പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ നവ്യ ആകെ അപ്സെറ്റ് ആവുകയാണ് കേട്ടോ. എന്താ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ? ഗോവിന്ദേട്ടാ, ഇവളെ മിണ്ടാതിരിക്കുന്നത് നോക്കി. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, കനകെ നമ്മളെ വീട്ടിനകത്തല്ല ഇപ്പം പുറത്താണ്. നിങ്ങൾ തമ്മിൽ ഇപ്പം ഇവിടെ വെച്ച് വഴക്ക് കൂടരുത്. മോളെ നവ്യേ, മോള് വീട്ടിലേക്ക് പോയിക്കോ. കനകെ നീ വന്നേ. നിൽക്ക്, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മയും അച്ഛനും ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? അതിലെന്താ സംശയം? നീ പറയുന്നത് പച്ച കള്ളമാണെന്ന് പറയും.
കാരണം ഞങ്ങൾ തെളിവോട് കൂടിയിട്ടാണ് അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് വിശ്വസിച്ചത്. പക്ഷേ നീ എന്തുകൊണ്ടാണ് അവൻ ഇപ്പോഴും താങ്ങി നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. അബിയിൽ നിനക്കൊരു കുഞ്ഞായി, അതിനുശേഷം എനിക്കും കനകയ്ക്കും മോളോട് കള്ളം പറഞ്ഞ് നിങ്ങളെ തമ്മിൽ പിരിക്കേണ്ട ആവശ്യം എന്താ? മോൾ ഒരു വിഷപ്പാമ്പിൻ്റെ കൂടെയാണ് കഴിയുന്നത്. അവൻ്റെ കൂടെ ഓരോ ദിവസം തള്ളി നീക്കുമ്പോഴും എൻ്റെയും കനകയുടെ മനസ്സിൽ ആദിയാ. അതുകൊണ്ടാ ഇനിയും അനന്തപുരിക്കാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. ഇനിയും നീ വിശ്വസിക്കില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? കനകെ, ഇവിടെ നിന്ന് വഴക്ക് കൂടണ്ട, നമുക്ക് പോവാം. വാ നവ്യമോളെ, ഞങ്ങൾ പോവുക. ഇതും പറഞ്ഞ് കനകയും ഗോവിന്ദനും അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ കടന്നു വരികയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നവ്യ നേരെ അനന്തപുരിയിൽ തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. ഓ ഒന്ന് നിന്നേ, ഭർത്താവിനെ മാനേജർ പൊസിഷനിൽ ഇരുത്തി വരുമായിരിക്കും ഭാര്യ. അതെ, ഭർത്താവിനെ മാനേജർ പൊസിഷനിൽ ഇരുത്തി തന്നെ വരിക. എന്താ അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് എനിക്കെന്ത് പറയാനാ, ഇതുപോലെ മാനേജർ പൊസിഷനിൽ ഇരുന്നവനായിരുന്നല്ലോ അവന്. ആ സമയത്ത് ആ ജ്വല്ലറിയെ കരിവാരിത്തേച്ച് അവൻ അടുത്ത ജ്വല്ലറിയിൽ മാനേജറായി പോയിരിക്കാൻ പോയേക്കുവാ. അവൻ ആദ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് ശരിയാ. അബദ്ധം പറ്റാൻ കാരണക്കാരും നിങ്ങളൊക്കെ തന്നെയല്ലേ അവന് വെറും ഒരു സ്റ്റാഫാക്കി മാറ്റിയത്. അവൻ മാനേജർ പൊസിഷനിൽ തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ അവന് ആവശ്യത്തിന് പണം കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടാതെ വന്നപ്പോഴല്ലേ അവനും അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ നോക്കേണ്ടി വന്നത്. എന്നാലും ഭർത്താവ് ചെയ്ത തെറ്റിനെ നീ ന്യായീകരിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഭർത്താവിനെ ന്യായീകരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ഭർത്താവിനോടൊപ്പം നിൽക്കാൻ അമ്മായി വരത്തില്ലല്ലോ. നിന്നോടൊന്ന് സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല. ആ എന്നാ പിന്നെ അമ്മായി സംസാരിക്കാൻ നിൽക്കണ്ട, പോരെ. ഇതും പറഞ്ഞ് നവ്യ നേരെ മുറിക്കകത്തോട്ട് പോവാണ്. എന്നിട്ട് ബെഡ് ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ നവ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. പെട്ടെന്ന് തന്നെ ആ കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നവ്യ. ഹലോ മീരെ. ആ നവ്യ, നീ എന്നെ ഏൽപ്പിച്ച കാര്യം കിട്ടിയിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ എവിടുന്നാ കാണാൻ പറ്റുക? നീ എനിക്കിതിൻ്റെ സാമ്പിൾ തന്നില്ലേ, അവിടേക്ക് തന്നെ വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ല എന്നാലും റിസൾട്ട് അതൊക്കെ ഞാൻ നേരിട്ട് പറയാം, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ശരി മീരെ, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സാരി ഉടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാനിട്ട് നവ്യ. ഇത് കണ്ടുകൊണ്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ, നീയല്ലേ ഇപ്പം പുറത്ത് പോയി വന്നത്, ഇനിയിപ്പോൾ എങ്ങോട്ട് പോവാം? അത് പിന്നെ അമ്മേ, എനിക്ക് അർജൻറ്റായിട്ട് ഒരാളെ കാണാനുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം അമ്മ നോക്കില്ലേ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. പക്ഷെ നവ്യ, അമ്മ ഒന്നും പറയണ്ട, ഞാനിതേ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഒരു സംഭവം വാങ്ങിച്ച് വരേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ നവ്യേ, നിനക്കിതൊക്കെ നേരത്തെ തന്നെ നോക്കിക്കൂടെ? അമ്മേ, ഞാനിപ്പോൾ പോയിട്ട് വരും. ശരി, എന്നാ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അങ്ങനെ നവ്യ അവിടുന്ന് പോകുന്ന സമയത്ത് ജലജ ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. ഷോ, എൻ്റെ ഒരു വിധി. ആ പീറ് ചെക്കനാണെങ്കിൽ ഒന്നും പറഞ്ഞത് കേൾക്കില്ല, എപ്പോഴും കീ എന്ന് പറഞ്ഞ പോലെ കരഞ്ഞുകൊണ്ടിരിക്കും. ആഹാരറ്റ കൊടുത്താൽ കഴിക്കത്തുമില്ല. ആ അബിയുടെ തനി കോണം തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവന്തിക വരുന്നത്. അമ്മ എന്താ സ്വയം സംസാരിക്കുന്നത്? ഓ ഒന്നുമില്ല അവന്തികെ, ഞാൻ ആ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞതാ. ഏത് ചെറുക്കൻ? ഇവിടെ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടല്ലോ, ഏറ്റവും ചെറുത്. അബിയേട്ടൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണോ പറയുന്നത്? ആ അതിൻ്റെ തന്നെ. അതെന്താ, കുഞ്ഞുങ്ങളാവുമ്പോൾ കരഞ്ഞെന്നിരിക്കില്ലേ? അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണോ അമ്മേ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യടി, നീ കുഞ്ഞിൻ്റെ അമ്മായിയല്ലേ, ചെന്ന് നോക്ക്. അത് പിന്നെ അമ്മേ, കുഞ്ഞിനെ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ അതെനിക്ക് പറ്റത്തില്ല. അത് അമ്മയ്ക്ക് തന്നെ ചേർന്ന പണിയാ. മുത്തശ്ശിമാരാ കുഞ്ഞിനെ പരിപാലിക്കേണ്ടത്. എന്നെയും ആദർശേട്ടനെയും അഭിയേട്ടനെയും അനിയേട്ടനെയും ഒക്കെ മുത്തശ്ശി എത്രത്തോളം ലാളിച്ചും കൊഞ്ചിച്ചും ഭക്ഷണം തന്നിട്ടൊക്കെ ഉണ്ട്. അതുപോലെ അമ്മ അഭിയേട്ടൻ്റെ കുഞ്ഞിനെ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കണം. ഓ എടി, അത് അവരിഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാ, ഇത് ഞാൻ ഇഷ്ടപ്പെടാത്ത കുഞ്ഞാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനിയും ഈ വാശിയൊക്കെ വേണോ? ഒന്നുമില്ലെങ്കിലും അഭിയേട്ടൻ്റെ ചോരയല്ല അത്. അഭിയേട്ടൻ്റെ ചോര തന്നെയാണ് ഇവിടെ ഒരെണ്ണം മൂത്തതും. ചന്തുമോള്. അങ്ങനെ ലോകത്തുണ്ടായ പെണ്ണുങ്ങൾക്കൊക്കെ ഇവൻ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഞാൻ എൻ്റെ തലയിൽ പെറി നടക്കണം എന്നാണ് നീ പറയുന്നത്? അതെ, നമ്മുടെ തെറ്റല്ല, അഭിയേട്ടൻ്റെ തെറ്റാ. അമ്മ മര്യാദയ്ക്ക് അഭിയേട്ടനെ വളർത്താത്തതുകൊണ്ടുള്ള തെറ്റ്. അത് ശരി, ഞാനാണോ അപ്പം അവനെ തെറ്റിലേക്ക് നയിച്ചത്? അമ്മയ്ക്കും അതിലൊരു പങ്കുണ്ട്. എടി, നിന്റെ അച്ഛനെ പോലെയാണ് അവൻ. എന്തിനാ അമ്മ അച്ഛനെ പറയുന്നത്? അച്ഛൻ എന്താ ഈ സ്വഭാവമാണോ? ഓ, അങ്ങരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നും വേണ്ട, ഒരു പരിശുദ്ധം വന്നേക്കുന്നു. അയാൾക്ക് ഈ വിധത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതെവിടെയും പോവാതെ അവനും കിട്ടിയിട്ടുണ്ട് അബിക്ക്. അല്ലാതെ ഞാൻ അവനെ വളർത്തി വഷളാക്കിയതൊന്നുമല്ല. ശരി, എല്ലാത്തിനും കുറ്റം ഞങ്ങൾക്കൊന്നും അറിയാത്ത അച്ഛൻ്റെ പേരിലോട്ട് ഇട്ടാൽ മതിയല്ലോ. അച്ഛൻ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ, അപ്പം അമ്മയ്ക്ക് എന്തും പറയാലോ. എടി
വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നാമത് ആ കീറി പൊളിക്കുന്ന ചെക്കനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ പാടുപെടുക. അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ, പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്. ഓ, അമ്മയുടെ ഒരു ദേഷ്യം. ഇതും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യയുടെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ട് ഇത് കൈമാറിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ മുൻപ് എന്തൊക്കെയാണ് സംഭവിച്ചത്, നവ്യയുടെ മനസ്സിൽ സംശയം കുടുങ്ങാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇനിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നവ്യ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ മീര ഒരു സൈഡിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീരയുടെ അടുത്തോട്ട് നവ്യ ചെല്ലുന്നുണ്ട്. മീരേ, നവ്യ എത്തിയോ? നീ എന്നെ വിളിച്ച പാടത്തന്നെ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. ശരി. അല്ല, എവിടെ ഞാൻ തന്നയച്ചത്? നിൽക്ക്, എന്താന്ന് എനിക്ക് ഇത്ര ധൃതി? ഒരു മിനിറ്റ്. ഇതും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ മീര. ദാ പിടിക്ക്, ഇത് ഓപ്പൺ ആക്കാൻ വരട്ടെ. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. എന്താ മീരെ? ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അതുകൊണ്ട് പറയാണ്, റിസൾട്ട് നീ വിചാരിച്ച പോലെ ആണെങ്കിലും അല്ലെങ്കിലും ഒരിക്കലും തളരാൻ നിൽക്കരുത്. എന്താ മീരെ അതിനർത്ഥം ഒന്നും ഉണ്ടെന്നല്ല. റിസൾട്ട് നീ നോക്ക്, എന്നിട്ട് പറയാം. എന്തായാലും നീ ബോൾഡായി നിൽക്കണം. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മീരെ ഞാൻ ഇറങ്ങിയേക്കുന്നത്. എന്തായാലും അതിനെ ശക്തിയോടെ നേരിടാൻ തന്നെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ അത്ര പെട്ടെന്ന് ഇടിച്ചു താഴ്ത്താനൊന്നും പറ്റത്തില്ല. അങ്ങനെ തന്നെ വേണം. നോക്ക് റിസൾട്ട് എങ്ങനെയാണെന്ന്. നീ നോക്കിയില്ലേ? ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ നീ നോക്കിയില്ലല്ലോ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി നോക്കാൻ കേട്ടോ. അങ്ങനെ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് നവ്യ ശരിക്കും ഒന്ന് നെട്ടുന്നുണ്ട്. മിരെ, അപ്പോൾ അബിയല്ല കുഞ്ഞിൻ്റെ അച്ഛൻ, ഈ പറഞ്ഞ ആദർശ് തന്നെയാണല്ലേ? നിനക്കത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന്? എന്നാ ഒരിക്കലല്ല. നീ എനിക്ക് ആദ്യം തന്ന റിസൾട്ടിൻ്റെ റിപ്പോർട്ടാണിത്. ഇത് നിനക്ക് ആദ്യം തന്ന റിസൾട്ടിൻ്റെ റിപ്പോർട്ടാണോ? അതെ, ഈ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ഫേക്കാണ്. എന്തിനു വേണ്ടിയാ ജ്വല്ലറിക്കാർ അബിയെ ഇങ്ങനെ സേഫ് ആക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഫേക്കാണ്. ഒരിക്കലും റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ഒരു പേപ്പർ അല്ല തരിക. ദാ ഈ പേപ്പറാണ് ജെനുവിൻ ആയിട്ടുള്ള പേപ്പർ. ഇതൊന്ന് പൊട്ടിച്ചു നോക്ക്. ആരാണ് യഥാർത്ഥത്തിൽ ചന്ദമോളുടെ ശരിക്കുള്ള അച്ഛനെന്ന് നിനക്ക് അറിയാൻ പറ്റും. അങ്ങനെ നവ്യാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത കവർ വാങ്ങിയിട്ട് പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നോക്കുന്ന സമയത്ത് നവ്യ ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് അതെ, അതാണ് സത്യം. ഇതാണ് ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ട്. നീ എനിക്ക് കൊണ്ടുതന്ന അബിയുടെ സാമ്പിൾ മുടിയും ചന്ദമോളുടെ സാമ്പിൾ മുടിയും വെച്ച് എനിക്കറിയാവുന്ന ഒരാളെ കൊണ്ട് ടെസ്റ്റ് നടത്തിച്ചു. എന്നിട്ടെന്താ, അതിലുള്ളതാണ് സത്യം. ഒരിക്കലും ആദർശേട്ടനല്ല ചന്ദമോളുടെ അച്ഛൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അബിയാണ് ചന്ദമോളുടെ യഥാർത്ഥ അച്ഛൻ. അവൻ നിന്നെ ശരിക്കും പറ്റിക്കുക. ജ്വല്ലറിയുമായിട്ട് അബിക്ക് ശരിക്കും എന്തോ ഒരു ബന്ധമുണ്ട്. എന്തായാലും നീ ജ്വല്ലറിയിൽ തുടരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെയോ ചതി ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. എന്ത് കേട്ടാലും നീ ബോൾഡായി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം നീ. അപ്പോൾ അവൻ്റെ അമ്മയൊക്കെ ചതിക്കുമായിരുന്നല്ലേ? അതെ, അവന് ശരിക്കും വെറുതെ വിടരുത്. അവൻ്റെ കഴുത്ത് നെരിച്ച് കൊല്ലണം. അത്രത്തോളം കുറ്റവും തെറ്റും അവൻ ചെയ്തിരിക്കുന്നത്. അനന്തപുരിയോട് എന്നെങ്കിലും അവൻ കൂറു പുലർത്തിയിട്ടുണ്ടോ? അവൻ്റെ അമ്മയുടെ മനസ്സിലൊക്കെ അവരെ ദത്തെടുത്ത് വളർത്തിയതാണെന്നുള്ള മനോഭാവ. അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ സ്നേഹവും നിങ്ങളുടെ കുടുംബത്തോടുണ്ടാവില്ല. ഇനിയിപ്പോൾ അനന്തപുരിക്കാരോടില്ലെങ്കിലും പുറത്തുള്ളവരോട് വേണ്ടേ? അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്. അവരെപ്പോഴും സ്വാർത്ഥത കാണിക്കുന്നവരാ. അബിയെക്കുറിച്ച് എനിക്ക് വെള്ളം പോലെ നന്നായിട്ട് അറിയാം. ആ അറിവിൻ്റെ വെളിച്ചത്തിൽ പറയുക, ഒരിക്കലും നിന്നെയും കുഞ്ഞിനൊന്നും അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നീ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നിന്നിൽ കരുതുന്നത് നല്ലതായിരിക്കും. നവ്യേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നിട്ടില്ലല്ലോ. നീ നിന്റെ ജീവൻ അവസാനിപ്പിച്ചതുകൊണ്ട് നിനക്ക് മാത്രമേ നഷ്ടം വരാൻ പോകുന്നുള്ളൂ. പിന്നെ നിന്റെ കുഞ്ഞനാദിയായി പോവും. അവൻ നിന്റെ കുഞ്ഞിനെ നോക്കുന്നു തോന്നുന്നുണ്ടോ? അവന് കഠിന ഹൃദയമുള്ളവനാ. അവൻ്റെ രക്തത്തോട് പോലും ഒരു സ്നേഹവും ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ അവൻ കൊല്ലാൻ പോലും മടിക്കില്ല. അങ്ങനെ ഒരുത്തൻ്റെ മുന്നിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞിട്ട് കൊടുക്കണ വെറുതെ. ഇപ്പം തന്നെ ചന്തമോളുടെ അവസ്ഥയൊന്ന് നീ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് കുഞ്ഞിന് അമ്മ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയൊന്നും നീ ഒരിക്കലും ചെയ്യരുത്. പകരം അവൻ ആഴി എണ്ണിക്കണം. അവന് പറ്റാവുന്ന അത്രയും ശിക്ഷ നീ വാങ്ങിച്ചു കൊടുക്കണം. ആ സമയത്തൊക്കെ നവ്യയുടെ മനസ്സിലിങ്ങനെ പക ഉയരാണ് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അവനുള്ളത് ഞാൻ വൈകാതെ തന്നെ കൊടുക്കും. അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ എങ്ങനെ ചത്തിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കണ്ട. ആദ്യം അവനെ ഞാൻ കൊല്ലും. എന്നിട്ടോ നിന്നെ തന്നെ കൊല്ലാൻ പോവാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം മനസ്സിലാക്ക്. നിന്റെ കുഞ്ഞില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞിന് നീയില്ലെങ്കിൽ പറ്റുമോ നവ്യേ? എൻ്റെ കുഞ്ഞിനാലോചിച്ചാൽ ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്നത് മീരെ. അങ്ങനെ തന്നെ വേണം.
നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ജീവിക്കണം. പകരം അവൻ ജയിലിൽ കിടന്ന് നെരുകിക്കണം. നിന്റെ കൂടെ എന്തിനും നന്ദു ഉണ്ടല്ലോ. അവളോട് നീ അറിഞ്ഞ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൾ നിന്റെ കൂടെ എന്തായാലും നിൽക്കും. മീരെ, ഞാൻ അവനെ വിശ്വസിച്ച് ആരൊക്കെ വെറുപ്പിച്ചു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന ആദർശേട്ടനും നൈനയും ഞാൻ എന്തൊക്കെ പറഞ്ഞു. ചന്തുമോളുടെ പേരിൽ ആദർശേട്ടന് ഞാൻ പറയാത്തതായിട്ടൊന്നുമില്ല. പറഞ്ഞതൊക്കെ പറഞ്ഞില്ലേ, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അവരോട് ക്ഷമ ചോദിക്കുക. എല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാക്കിയിട്ട്. അതിനുവേണ്ടി നീ ഇന്നു മുതൽ പരിശ്രമിച്ചോ. മീരെ, ഇന്നു മുതൽ എൻ്റെ മനസ്സിൽ ആ അബിയെന്ന് പറയുന്നവനെ എങ്ങനെ അകത്താക്കാന്നുള്ള ചിന്തയാ. അവനെ അഴി എണ്ണിക്കണം. ജീവിതകാലം മുഴുവനും ഒരു പെണ്ണിനെ നശിപ്പിച്ചതിൻ്റെ പേരിൽ അവൻ ജയിലിൽ കിടക്കണം. അതെനിക്ക് കണ്ട് ആസ്വദിക്കണം. അതേ നവ്യെ, നീ ഇപ്പോഴാണ് ശരിക്കും ബോൾഡായത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ ആയിരിക്കണം നീ തീരുമാനം എടുക്കേണ്ടത്. അല്ല, ഇനിയിപ്പം നീ വീട്ടിലോട്ടാണോ അതോ? അതിന് മീരെ, ഞാനിപ്പോൾ വീട്ടിലോട്ട് ചെല്ലാറില്ല. അതെന്തു പറ്റി? അന്ന് അമ്മ സത്യം പറഞ്ഞതിന് ശേഷം ഞാൻ അമ്മയുമായിട്ട് അത്ര നല്ല ബോണ്ടിലൊന്നുമല്ല. ഓ അങ്ങനെ, അതെനിക്ക് ഇടയ്ക്ക് തോന്നി. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം എൻ്റെ വീട്ടിൽ വന്നിരിക്കേ. അവിടെ ആരും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അനന്തപുരിയിലേക്ക് മടങ്ങിക്കോ. പക്ഷേ അവനെ കാണുമ്പോൾ നീ കൺട്രോൾ ചെയ്തേ പറ്റൂ നവ്യേ. ശരി, ഇനി അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. മീരെ, എനിക്ക് ഒരാളെ കൂടി കാണണം. ആരെയാ? നിൻ്റെ ചേച്ചിയാനിയെത്തിയോ മറ്റോ? അല്ല, അവരെയൊന്നുമല്ല. അവരൊന്നും ഞാൻ നടത്തുന്ന നീക്കങ്ങൾ അറിയരുത്. പക്ഷേ അതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. അവരാരെങ്കിലും അറിയുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും അറിയരുത്. നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാൻ എന്തിനും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ നീ ഇതുപോലെ സ്ട്രോങ് ആയിരിക്കണം എപ്പോഴും. ഞാനെന്തിനാ സ്ട്രോങ് അല്ലാതിരിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനും ഒരുത്തൻ്റെ വലയിൽ വീണുപോയി. അതിനുള്ള ശിക്ഷ എനിക്കെന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരുപാട് നയനയും ആദർശിനെയും കുറ്റപ്പെടുത്തി. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് അവരുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കണം. അല്ല, നീ ആരെയാ കാണാനുണ്ടെന്ന് പറഞ്ഞത്? അത് ചന്തുമോളുടെ അമ്മയാണ്. അനഘയോ? അതെ, നമുക്ക് ചന്തുമോളുടെ അമ്മയൊന്ന് ചെന്ന് കാണണം. അതിനെന്താ? എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരി, നീ വാ. ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കാറിൽ അനഘയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അനഘയുടെ വീട്ടിൽ ചെന്നിട്ട് കാർ നിർത്തുന്നുണ്ട്. നവ്യ, ഇതല്ലായിരുന്നോ വീട്? ഇത് തന്നെ. ഞാൻ ഇടയ്ക്ക് അബിയുടെ കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇറങ്ങ്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗേറ്റ് പതുക്കെ തുറന്നിട്ട് അകത്തോട്ട് കടക്കുന്നുണ്ട്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് നിർത്തിയേക്കുന്ന ചേച്ചി വന്നിട്ട് ഡോർ ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയുടെ കൂട്ടുകാരി മീരയോട് ചോദിക്കുന്നുണ്ട്, ആരാ? അപ്പോഴാണ് ബാക്കിൽ നവ്യയെ കാണിക്കുന്നത്. നവ്യയെ കണ്ടപ്പോൾ തന്നെ ഈ ചേച്ചി പറയുന്നുണ്ട്, നവ്യ മോളോ? വാ മോളെ. മീരെ വാ. അങ്ങനെ രണ്ടുപേരും അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി അനഘയ്ക്കിപ്പോൾ മാറ്റമുണ്ടോ? അത് പറയാൻ മടിക്കണ്ട. ഞാൻ അബിയോട് ചെന്ന് പറയത്തൊന്നുമില്ല. അവനെപ്പോലെ ഒരു കാട്ടുകള്ളൻ ലോകത്തുണ്ടാവില്ല. മോള് എല്ലാം അറിഞ്ഞിട്ടാ ചേച്ചി ഞാൻ വന്നിരിക്കുന്നത്. അനഘയ്ക്കിപ്പോൾ മാറ്റമുണ്ടോ? അനഘയ്ക്ക് നല്ല മാറ്റാ. കൈക്കാലുകളൊക്കെ നന്നായിട്ട് ചലിക്കുന്നുണ്ട്. പിന്നെ സംസാരശേഷി പഴയതുപോലെ ചെറുതായിട്ട് കിട്ടി വരുന്നുണ്ട്. അപ്പോൾ നല്ല മാറ്റമാണല്ലോ അനഘയ്ക്കുണ്ടായത്. മോളെ സ്നേഹിക്കുന്നവരുടെയൊക്കെ പ്രാർത്ഥനയും പിന്നെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നടക്കുന്നതുകൊണ്ട് മോൾക്കിപ്പം നല്ല മാറ്റാ. ചേച്ചി അനഘ ഉറങ്ങുകയാണോ? അല്ല, മോള് ചെന്ന് കണ്ടോ. ഇപ്പോൾ കഞ്ഞി കുടിച്ച് ഇരുത്തിയതേ ഉള്ളൂ ഞാൻ. വാ മീരെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അനഘയെ കാണാൻ വേണ്ടി അകത്തോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അനഘയാണെങ്കിൽ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കയറി വന്ന പാടെ തന്നെ ഈ ഇരുത്തം കണ്ട നവ്യ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അനഘ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അനഘ കണ്ണുകൊണ്ട് ചലിപ്പിച്ച് നേരെ സൈഡിലോട്ട് നോക്കാൻ കേട്ടോ. അപ്പോൾ നവ്യയും മീരയാണ് കാണുന്നത്. അങ്ങനെ നവ്യ വന്നിട്ട് അനഘയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം മീര പറയുന്നുണ്ട്, നവ്യ ഇതാണല്ലേ അനഘ? നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. അബി ചതിച്ച ആദ്യത്തെ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി ഞാൻ. അതിനിടയ്ക്ക് അവൻ ഒരുപാട് പേരെ ചതിച്ചിട്ടുണ്ട്. അവരൊക്കെ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അനഘയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അനഘയുടെ കണ്ണും പുരികയൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. അനഘയോടൊപ്പം മീര പറയുന്നുണ്ട് കേട്ടോ, അനഘ ഇപ്പം കരുതുന്നുണ്ടായിരിക്കും ഞങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാ നവ്യ ഇപ്പം നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. പണ്ടത്തെ പോലെ അബിയെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന നവ്യയല്ലേ ഇത്.
അവനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന നവ്യ. അനഘേ, സത്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. നിന്നെയും മാതൃശേട്ടനെയും ചേർത്ത് ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്തിന്? ഞാൻ ഇവിടെ വന്നിട്ട് പോലും നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ലേ? ആദർശേട്ടനാണ് തെറ്റ് ചെയ്തതെന്ന് ഞാൻ കരുതി. പക്ഷേ ആ തെറ്റ് ചെയ്തത് എൻ്റെ ഭർത്താവായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ മോനെ പോലെ തന്നെ നിന്റെ മകൾക്കും ഒരു ദുഷ്ടനായ അച്ഛനെയാ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ചന്തുമോളെക്കുറിച്ച് ആലോചിച്ച് അനഘ വിഷമിക്കേണ്ട. ചന്തുമോൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അച്ഛനും അമ്മയെ കിട്ടിയിരിക്കുന്നത്. അവർ ചന്തുമോളെ പൊന്നുപോലെ നോക്കും. അതാലോചിച്ച് അനഘ ഒരിക്കലും വിഷമിക്കരുത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഞാനുണ്ടല്ലോ. നീ എങ്ങനെയായാലും റിക്കവറായി വരും. നിന്റെ കുഞ്ഞിനെ നിനക്ക് തന്നെ നോക്കാൻ പറ്റും. പിന്നെ ആ അബിയുടെ കാര്യം, അവന് വേണ്ട ശിക്ഷ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് പകരം നിനക്കും കൂടി ചേർത്ത് അവനുള്ളത് ഞാൻ കൊടുക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. പണവും പത്രാസും കാണിച്ച് ഓരോ പെൺപിള്ളേരും വലയിൽ വീഴ്ത്തി അവരെ ഉപയോഗിച്ച് കളയുന്ന അവനെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അതിന് അനഘ എൻ്റെ കൂടെ ഉണ്ടാവണം. അനഘ റിക്കവറായി ജീവിതത്തിലോട്ട് തിരിച്ചു വരണം. അനഘ ഒരിക്കലും അനഘയുടെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത്. ട്രീറ്റ്മെൻറ്റിലൂടെ അനഘ തിരിച്ച് വന്നേ പറ്റൂ. അവനിപ്പോൾ കൊമ്പത്തെ രാജാവ് ഒരു മാനേജർ പൊസിഷനിൽ കയറിയിരിക്കുന്നുണ്ട്. അവൻ്റെ ആ സ്ഥാനമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കും. അവനും ജ്വല്ലറിക്കാരും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആദ്യം അത് തിരിച്ചറിയണം. എന്നിട്ട് അവന് കൊടുക്കാനുള്ള 8ന്റെ പണി ഞാൻ തന്നെ കൊടുക്കും. അവൻ ജയിലിൽ നരകിച്ച് കഴിയണം. അത് എനിക്കും നിനക്കും ഒരുപോലെ കാണേണ്ട കാഴ്ചയാ. ഞാൻ നിനക്ക് മുന്നിൽ ആ കാഴ്ച കാണിച്ചു തരും. നിന്നെ കൊല്ലാൻ നോക്കിയ അവസ്ഥയിലാക്കി അവനെ വെറുതെ വിടാൻ പാടില്ല. എൻ്റെ ജീവിതം നായ നക്കിയതുപോലെ ആയിപ്പോൾ. അവനെ മാത്രമല്ല, അവൻ ഈ അവസ്ഥയിലെത്തിച്ച അവൻ്റെ അമ്മയും കൂടി ഇതിനുള്ള സാക്ഷിയാക്കി നിർത്തണം. അവർക്കും ആവശ്യത്തിന് ഞാൻ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. അനഘേ, ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള പക കൊണ്ട് ഞാൻ പറയുന്നതാ. നീ ഇതൊന്നും കാര്യമാക്കണ്ട. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. സത്യം അറിഞ്ഞ സ്ഥിതിക്ക് നിന്നെയും കൂടി എന്ന് അറിയിക്കണമെന്ന് തോന്നി. അതാവുമ്പോൾ നിനക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ, മോളങ്ങനെ സത്യമൊക്കെ മനസ്സിലാക്കിയില്ലേ? അതെ ചേച്ചി, കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഇനി വിശ്വസിച്ച് മോളോട് എന്ത് വേണമെങ്കിലും പറയാലോ. അതെ മോളെ, നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും ഞങ്ങൾക്കൊന്നും വേണ്ട ചേച്ചി. ഞങ്ങൾ കുടിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ശരി മോളെ. ഇടയ്ക്കൊക്കെ വരണ്ടി. അനഘമോൾക്ക് അതൊരു കൂട്ടാവുമല്ലോ. ശരി. അങ്ങനെ അതും പറഞ്ഞ് അനഘയുടെ യാത്രയും പറഞ്ഞ് നവ്യയും മീരയും അവിടെ നിന്ന് ഇറങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട്.